സഭാവൈദികരും പള്ളിസ്ഥാനികളും മലങ്കര സഭയ്ക്ക് ശാപമാണ്. പെരുന്നാളുകളിൽ ആത്മീയത ഇല്ലാതായി വരുന്നുവെന്ന് പ്ലാറ്റ്ഫോമുകളിൽ കയറി നിന്ന് പറഞ്ഞാൽ പോരാ, പെരുന്നാളുകൾ ആഡംബരമില്ലാതെ നടത്താൻ സാധിക്കണം. മെത്രാപ്പൊലീത്തമാരുടെ പടം വെച്ച് ഫ്ലക്സുകൾ പ്രിന്റ് പോസ്റ്റിൽ കെട്ടിയത് പരിപാടി കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞാലും അഴിച്ചു മാറ്റാത്തത് കൊണ്ട് തിരുമേനിമാരുടെ മുഖത്ത് കാക്ക കാഷ്ടിക്കുന്നത് സ്വാഭാവികമാണ്. ആവശ്യം കഴിയുമ്പോൾ എടുത്തു മാറ്റാതെ പലപ്പോഴും ചെളിയിൽ കിടക്കുന്നത് കാണാം. ചിലപ്പോൾ കോഴിക്കോടിന് മേൽക്കൂരയായും ചന്തയിൽ മീൻ വിൽക്കുന്നവന്റെ തട്ടിന് കവറായും വരെ തിരുമേനിമേരെ കാണാം. അങ്ങനെ ചെയ്യുന്നത് ഒഴിവാക്കണം. മലങ്കര സഭയ്ക്ക് ഓർത്തഡോക്സ് ജീവിത രീതിയുണ്ട്. ഇത് പഠിപ്പിക്കാൻ മെത്രാപ്പൊലീത്തമാർ തയ്യാറാകണം. ലേഖനമെഴുതുന്ന വൈദികരും തിരുമേനിമാരും ഇങ്ങനെ നടക്കുന്ന പെരുന്നാളുകളിൽ പങ്കെടുക്കുവാനും നേതൃത്വം നൽകുവാനും തയ്യാറല്ലെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം. അല്ലാതെ ലേഖനം എഴുതി ഈ നാട്, ഈ സഭ, ഈ ജനത്തെ നന്നാക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം. പെരുന്നാളുകൾക്ക് ആർഭാടങ്ങൾ ഒഴിവാക്കാൻ സഭാ നേതൃത്വം തീരുമാനമെടുക്കണം. ഇന്ന് പല ഇടവകകളിലും 10 ദിവസത്തെ പെരുന്നാളിന് 10ഉം അതിലധികവും തിരുമേനിമാരെ പങ്കെടുപ്പിക്കുന്നു. ക്രിസ്തീയതയ്ക്ക് ചേരാത്ത ആഡംബരങ്ങളാണ് നടത്തുന്നത്. പള്ളിമുറ്റങ്ങളൊക്കെ അമ്പലപ്പറമ്പുകളാക്കുന്നു. ഇതിനൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. സഭാപിതാക്കന്മാർ പലപ്പോഴും നല്ല നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തി ആഡംബരങ്ങൾക്ക് പിറകെ പോകുന്നത് കൂടുതലും വൈദികരാണ്. പെരുന്നാളുകളെ ഇത്തരത്തിൽ വഴിതെറ്റിക്കുന്നതും പെരുന്നാളിന്റെ അർത്ഥം നഷ്ടപ്പെടുന്ന രീതിയിൽ വെറും ബ്രേക്ക് ഡാൻസുകൾ ആക്കുന്നതും ഇവിടുത്തെ സ്ഥാനികൾക്കും പങ്കുണ്ട്. സ്ഥാനികൾ എന്ന് പറയുന്നത് ഇടവക മുതൽ മാനേജിംഗ് കമ്മിറ്റി വരെയുള്ള ചില പൊങ്ങച്ച സഞ്ചികളാണ്. ചിലർക്ക് ഇതൊരു പരസ്പര സഹായ സമിതിയുമാണ്. എന്റെ പള്ളിയിൽ എന്നെ വിളിച്ചാൽ നിന്റെ പള്ളിയിൽ നീ എന്നെ വിളിക്കില്ലേ? വികാരിമാർക്കുമുണ്ട് ഈ ചിന്ത. അതുപോലെ തിരുമേനിമാർക്ക് ഓശാന പാടി അവരുടെ നല്ല പുസ്തകത്തിൽ പേരെഴുതപ്പെടാൻ കാത്തു നിൽക്കുന്ന ചില സ്ഥാനമോഹികളും. കർത്താവിനൊരു ദേവാലയത്തിൽ മാത്രമേ ഓശാന ദിവസം ചാട്ടവാർ എടുക്കേണ്ടി വന്നിട്ടുള്ളൂ. എന്നാൽ മലങ്കര സഭയിൽ ശ്രേഷ്ഠ മഹാപുരോഹിതന്മാർ എല്ലാ ദേവാലയങ്ങളിലും വടിയെടുക്കേണ്ട സ്ഥിതിവിശേഷമാണിപ്പോൾ. അവർക്ക് അംശവടിയല്ല, പകരം കുറുവടിയാണ് വേണ്ടത്. ഈ സഭ പാറമേൽ പണിതതാണെന്നും ഈ സഭയെ നയിക്കുവാനുള്ള ഇടയന്മാരാണ് തങ്ങളെന്നും ഈ സഭ സത്യമുള്ളതും വിശ്വാസികളുടെ സഭയാണെന്നും ഉറപ്പുള്ള മഹാപുരോഹിതർ ഇനിയെങ്കിലും കുറുവടിയെടുക്കണം.